കുറച്ചധികം സൺസ്ക്രീൻസ് ഉണ്ട്. ഇതിൽ ഏതാ നല്ലത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗാർണിയറിന്റെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണ്. SPF 50+ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച് പെട്ട ഒരു സൺസ്ക്രീനാണ്. റിക്വലിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. പക്ഷേ നോ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് സീറോ അപ്ലൈ ചെയ്തിട്ടില്ലേ, ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, സാധനം പൊടിഞ്ഞു വരും, പൈസ പോയി. പിന്നെ നമുക്കൊരു കുറച്ച് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലാക്മീൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഓയിലി എങ്ങനെ പറയാ, ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയ സൺസ്ക്രീൻ ആണ്. കാര്യം നല്ല. പിന്നെ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഇത് നയാസിനമൈഡും റൈസ് വാട്ടറിന്റെ ആണ്. പക്ഷെ ഇത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഡീകൺസ്ട്രക്റ്റിനും കുഴപ്പമില്ല കേട്ടോ അതും. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ ഡെർമ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ സൺസ്ക്രീൻ ആണ്. ഇതും നല്ല, ഇതിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് പീസാണ്, എല്ലാം പീസാക്കിയിരിക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് എന്താന്ന് വെച്ചാല് ഇത് 6 hour പ്രൊട്ടക്ഷൻ ആണ്. എനിക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിലത്തുള്ളത് നല്ലൊരു വർക്കാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്ന ആളാണ്. അപ്പൊ ഒരു 6 hour പ്രൊട്ടക്ഷനും സ്വെറ്റ് റെസിസ്റ്റൻസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് അതിന്റെ ഫലം തരുന്നുണ്ട്. നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല, അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഡീഫോൾട്ട് എന്താ വെച്ചാല് എനിക്ക് കുരു വരുന്ന ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ കുരുവിന് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, കുരുക്കൾ അത്യാവശ്യം വരുന്നുണ്ട്. ആക്റ്റീവായി പിമ്പിൾസ് ഒക്കെ ഒരുപാട് വരുന്ന പോലെ തോന്നി. അതിനെ കൺട്രോൾ ചെയ്യാൻ സാധനം പോലെ. ബാക്കി ഈ സൺ ഡാമേജ് കാര്യങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം ഇത്രയും യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്.